ലീയുടെ ടാക്സിയിൽ കയറുന്നവർക്കെല്ലാം കുറച്ചു സമയത്തിൽ തന്നെ സുഖമില്ലാതാവുന്നു. കാരണം ആ ടാക്സിയിൽ ജീഹുൻ എന്നൊരു പെണ്ണിന്റെ ആത്മാവുണ്ട്. അതേസമയം ടാക്സി ഓണറായ ലീക്ക് ഭയങ്കരമായി കടബാധ്യതയുമുണ്ട്. അവൾ വന്നതിന് ശേഷം കിട്ടിക്കൊണ്ടിരുന്ന കുറച്ചു കാശും കിട്ടാതായെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ ആ ടാക്സിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു അദൃശ്യ ശക്തി അവളെ വീണ്ടും അതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അതേസമയം ലീക്ക് ആ ടാക്സി വിൽക്കാനും കഴിയില്ല. കാരണം അവന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് അവന് വേണ്ടി കൊടുത്തിട്ട് പോയത് അത് മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം അവൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ജീഹുൻ അവനൊരു ഐഡിയ കൊടുക്കുന്നു. മനുഷ്യർക്ക് ഈ ടാക്സിയിൽ കയറാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി ടാക്സി ഓടിക്കാമെന്ന് പറയുന്നു. അതേസമയം ലീക്കും അതൊരു നല്ല ഐഡിയ ആയി തോന്നുന്നു. കാരണം ഇതിനു മുൻപ് ഒരു ആത്മാവിനെ ഹെൽപ്പ് ചെയ്തപ്പോൾ അവനൊരു ഗോൾഡ് റിംഗ് കിട്ടിയിരുന്നു. അതുകൊണ്ട് അപ്പോൾ മുതൽ ലീയും ജീഹുനും ആത്മാക്കളുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവന്റെ ടാക്സി കണ്ടിന്യൂസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു ഒഴിഞ്ഞ വണ്ടിയായി തോന്നുമെങ്കിലും ലീക്ക് മാത്രമാണ് അതിനകത്ത് എപ്പോഴും ആളുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഒരു ദിവസം അവരുടെ ടാക്സിയിൽ കയറിയ ജീസുക്ക് എന്നയാൾ ലീയുടെ കട തീർക്കാൻ കഴിയുന്നത്ര കാശ് അയാളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അയാൾ ഒരു ചെറിയ ഗോൾഡ് ബാറാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്കിലും വൈഫിന് കൊടുത്ത് അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവരെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇക്കാര്യം മനസ്സിലായതും ദേഷ്യം വന്ന ലീ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ മനസ്സനുവദിക്കാത്തത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ അവിടേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം അയാളുടെ വൈഫിനോടൊരു കാര്യം പറഞ്ഞ് വീട്ടിലേക്ക് കയറിയവൻ ഒരു വിധത്തിൽ ആ ഗോൾഡ് കണ്ടുപിടിച്ച് ജീസുക്കിന്റെ വൈഫിന് കൊടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ജീസുക്കിന്റെ വൈഫിന് ഇൻഷുറൻസ് എമൗണ്ട് ക്ലെയിം ആയെന്ന് പറഞ്ഞ് കോൾ വരുന്നു. ലീ തന്റെ ടാക്സിയിൽ തന്നെ അവരെ ഇൻഷുറൻസ് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അത്ഭുതകരമായി ജീസുക്കിന്റെ വൈഫിന് മാത്രം ലീയുടെ ടാക്സിയിൽ കയറിയിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഇൻഷുറൻസ് ഓഫീസിൽ എത്തുന്നു. പക്ഷേ ജീസുക്കിന്റെ വൈഫ് സൈൻ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് സെക്കൻഡിൽ പ്രായമായൊരു ലേഡി അവിടേക്ക് വന്ന് താനാണ് ജീസുക്കിന്റെ അമ്മ എന്ന് പറയുന്നു. പക്ഷേ ഓർഫനേജിൽ വളർന്ന ജീസുക്കിന് തന്റെ അമ്മ ആരാണെന്ന് അറിയില്ല. എന്നാലും അവർ കാണിച്ച പേപ്പേഴ്സ് വെച്ച് അവരാണ് ജീസുക്കിന്റെ അമ്മ എന്ന് കൺഫേം ആവുന്നു. അതുമാത്രമല്ല ജീസുക്കും അയാളുടെ വൈഫും ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഇൻഷുറൻസ് എമൗണ്ട് അമ്മയ്ക്കാണ് കിട്ടുന്നതെന്ന് പറയുന്നു. അത് കേട്ട് ജീസുക്കിന്റെ വൈഫ് വിശ്വസിക്കുമെങ്കിലും ലീക്ക് മാത്രം അതിൽ വിശ്വാസം തോന്നുന്നില്ല. ലീയും ജീഹുനും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷമാണ് ആ ലേഡിയും പാർട്ണറും തട്ടിപ്പുകാരാണെന്ന് മനസ്സിലാവുന്നത്. അവർ ഓർഫനേജിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് ഫേക്കായ തെളിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവസാനം ലീ അവരുടെ കള്ളത്തരം പൊളിച്ച് ഇൻഷുറൻസ് എമൗണ്ട് ജീസുക്കിന്റെ വൈഫിന് തന്നെ വാങ്ങിക്കൊടുക്കുന്നു.